പുലിപ്പല്ല് കൈവശം വെച്ചതിൽ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നടപടി. ഉടൻ തെളിവെടുപ്പിനായി ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി സജോ ദേവസ്യ ചേരുന്നു. സജോ, കസ്റ്റഡിയിൽ വിട്ടതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നു? റോഷി, വനം വകുപ്പിന്റെ വാദങ്ങൾ കോടതി പ്രാഥമികമായി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതായത് വനം വകുപ്പ് കോടതിയിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും വിശദമായ തെളിവെടുപ്പ് നടത്തുകയും വേണ്ടത് അനിവാര്യമാണ്. അതായത് ഹണ്ടിംഗ് അടക്കം, അതായത് മൃഗവേട്ടയടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ആകർഷിക്കുന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ഇതിന്മേൽ ശാസ്ത്രീയ പരിശോധനയടക്കം വിശദമായ പരിശോധന വേണം. ഇത് മറ്റൊരാളിൽ നിന്ന് ലഭ്യമായതാണ് എന്ന് വേടൻ പറയുന്നുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ആവശ്യമാണ് എന്നതായിരുന്നു വനം വകുപ്പിന്റെ വാദം. അതിന് മറുപടിയായി വേടൻ കോടതിയിൽ പറഞ്ഞത് ഇത് തനിക്ക് ഗിഫ്റ്റായി ലഭിച്ചതാണ്, പുലിപ്പല്ലാണ്, യഥാർത്ഥ പുലിപ്പല്ലാണ് എന്ന് അറിയുമായിരുന്നില്ല, ഗിഫ്റ്റായി ലഭിച്ചു. അങ്ങനെ ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ ഗ്രാവിറ്റിയെക്കുറിച്ചോ കുറ്റകൃത്യമാണെന്നോ അറിയാതെയാണ് ഇത് താൻ കൈവശം വെച്ചത്, മാലയിൽ കോർത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇത് തനിക്ക് അറിവുള്ളതായിരുന്നില്ല, കുറ്റകൃത്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നില്ല, പുലിപ്പല്ലാണ് എന്ന്, യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയുമായിരുന്നില്ല തുടങ്ങിയ വാദങ്ങളാണ് കോടതിയിൽ നിരത്തിയത്. അത് പക്ഷേ കോടതി പ്രാഥമികമായി മുഖവിലേക്ക് എടുത്തില്ല എന്നതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. വനം വകുപ്പിന്റെ വാദം അംഗീകരിക്കുകയും നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡിയിൽ വേടനെ കസ്റ്റഡിയിൽ അനുവദിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതിലിപ്പോൾ വനം വകുപ്പ് തീരുമാനം ഈ മാല, അതായത് പുലിപ്പല്ല് കോർത്ത മാല പിടിച്ചെടുത്ത കൊച്ചി വൈറ്റില കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്നതാണ് വനം വകുപ്പിന്റെ തീരുമാനം. ഒപ്പം നാളെയായിരിക്കും തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുക. അവിടുത്തെ ജ്വല്ലറിയിൽ എത്തിച്ച് ഈ ലോക്കറ്റ് കെട്ടിച്ച് ആ മാലയിൽ കൊരുത്തത് തൃശ്ശൂരിൽ എത്തിച്ചാണ്. അങ്ങനെ അവിടെയും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും വിശദമായി ചോദ്യം ചെയ്യുകയും വേണം എന്നതാണ് വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ വാദം. എന്ന് മാത്രമല്ല, ഈ പുലിപ്പല്ല് തനിക്ക് കൈമാറിയ വ്യക്തിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഏറെക്കുറെ വേടൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇതിനകം ശേഖരിച്ചു എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അയാൾക്കെതിരെയും അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നതാണ് വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നതുകൂടി കാണേണ്ടതുണ്ട്. വനം വകുപ്പിന്റെ അതായത് ഇക്കാര്യത്തിൽ പ്രാഥമികമായി ഈ വകുപ്പിന്റെ ഗ്രാവിറ്റി, അതായത് വേടനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ ഗ്രാവിറ്റിയാണ് സാധാരണഗതിയിൽ കോടതികൾ പരിഗണിക്കുക. അതായത് കേസിന്റെ ആദ്യഘട്ടങ്ങളിൽ പ്രാഥമികമായി അന്വേഷണ ഏജൻസി ഏതാണോ ആ ഏജൻസി പറയുന്ന കാര്യങ്ങളെയും അതിന്റെ ഗ്രാവിറ്റിയും, അതായത് ആ കുറ്റകൃത്യത്തിന്റെ പ്രാഥമികമായി എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്ന ഗ്രാവിറ്റിയുമാണ് സാധാരണഗതിയിൽ കോടതികൾ പരിഗണിക്കുക. അതാണ് ഈ കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് കോടതി പ്രധാനമായും പരിഗണിച്ചിരിക്കുന്നത് എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ആവശ്യപ്പെട്ടത് പ്രകാരമുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇന്ന് മുഴുവൻ ദിവസവും നാളെ വൈകിട്ട് 5 മണി, അതായത് കോടതി സമയം തീരുന്നതുവരെ നാളെ 5 മണി വരെ, നാളെ 5 മണിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തിരികെ കോടതിയിൽ ഹാജരാക്കണം. സ്വാഭാവികമായും അതിനുശേഷം ജാമ്യം ആവശ്യപ്പെടാനുള്ള അർഹത വേടനുണ്ട്. അതല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോകും. ഇതാണ് നിയമപരമായി ഇനിയുള്ള സാധ്യത. ആ റിമാൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും ജാമ്യാപേക്ഷയുമായി പോകേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ ഗ്രാവിറ്റി എന്നത്, അതായത് സാധാരണഗതിയിൽ ഏതെങ്കിലും നിലയ്ക്ക് വന്യമൃഗങ്ങളുടെ ഏതെങ്കിലും ശരീരഭാഗങ്ങൾ കൈവശം സൂക്ഷിക്കുക, കൈമാറ്റം ചെയ്യുക, ഉപയോഗിക്കുക, വിൽപ്പന നടത്തുക, അങ്ങനെ ഏതു നിലയ്ക്കും അത് കൈവശം സൂക്ഷിക്കുന്നത് രാജ്യത്തെ നിയമപ്രകാരം കുറ്റകരമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ശരീരഭാഗം, ഏതെങ്കിലും വന്യമൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ കൈവശം സൂക്ഷിക്കുന്നത് നിയമപരമായി തെറ്റാണ്. അങ്ങനെ കണ്ടെത്തിയാൽ അത് ഹണ്ടിംഗ് അഥവാ മൃഗവേട്ട എന്ന കുറ്റവും കൂടി ആകർഷിക്കുന്ന വകുപ്പ് ചുമത്താൻ നിയമപരമായി, രാജ്യത്ത് നിലവിലുള്ള വകുപ്പ് പ്രകാരം നിയമപരമായി ചുമത്താൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ വേടന്റെ അഭിഭാഷകൻ ഉൾപ്പെടെ പറഞ്ഞൊരു കാര്യം, ഇത് പുലിപ്പല്ലാണെന്ന് ശാസ്ത്രീയമായി സ്ഥിരീകരിച്ചിട്ടില്ലല്ലോ, അത്തരം പരിശോധനകൾ വേണ്ടതല്ലേ എന്നത് ചോദിച്ചിരുന്നു. ആ കാര്യത്തിൽ വനം വകുപ്പിന്റെ നിലപാട് പ്രാഥമികമായി ഈ കാര്യത്തിൽ അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഇത് പുലിപ്പല്ല് തന്നെയാണെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അയക്കുമ്പോൾ പോലും ഇക്കാര്യത്തിൽ ഇത് ഇപ്പോഴത്തെ വനം വകുപ്പിന്റെ വാദങ്ങളെ കോടതി മുഖവിലേക്ക് എടുക്കുകയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ച് അത് ഫലം വരേണ്ടത് വിചാരണാ ഘട്ടത്തിൽ ഉൾപ്പെടെയാണ് ആ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. അതിന് മുന്നോടിയായുള്ള വിശദമായ പരിശോധന ആരിൽ നിന്ന് ലഭിച്ചു, അയാൾക്ക് ഇതെങ്ങനെയാണ് ലഭിച്ചത്, അതാരാണ് കൈമാറ്റം ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളിൽ പരിശോധന വേണം എന്നതാണ് വനം വകുപ്പിന്റെ വാദം. അതായത് നേരിട്ട് ഇത് മറ്റാരെങ്കിലും നിന്നും ഗിഫ്റ്റായി സ്വീകരിച്ചതാണെങ്കിൽ പോലും ഹണ്ടിംഗ് ഉൾപ്പെടെയുള്ള ഗ്രാവിറ്റിയുള്ള ഗുരുതരമായ വകുപ്പുകൾ, ചാർജുകൾ ആ വ്യക്തിയുടെ മേൽ വരും എന്നതാണ്. അതാണ് ഇപ്പോൾ വേടനും കുരുക്കായി മാറിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരെങ്കിലും ഗിഫ്റ്റോ ആരെങ്കിലും കൊടുത്തതോ ആയിരിക്കാം. പക്ഷേ ഹണ്ടിംഗ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്താൻ കഴിയും വിധമുള്ള നിയമപരമായ പരിധിക്കുള്ളിലേക്ക് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വേടൻ എത്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിന് കുരുക്കായി മാറിയിരിക്കുന്നത് എന്നതാണ്. ഇനി